നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാവേൻ്റെ നൂലുകെട്ടാണ്. നൂലുകെട്ടിന് ഞങ്ങളിവിടെ പാലുടി എന്ന് പറയും കേട്ടോ. പാലും കൊടുക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കാം പാലുടി എന്നുള്ള പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് തലേന്നത്തെ ദിവസത്തെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എല്ലാവരും ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് ഭംഗി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഫേസ് പാക്ക് ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുഞ്ഞു വാവയ്ക്ക് സംശയം ആരാണെന്നുള്ളത് അവളാകെ കൺഫ്യൂഷനിലാണുള്ളത്. ഒരാളും ഇല്ലാതെ എല്ലാവരുടെ ഫേസിലും ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ നൂലുകെട്ടിൻ്റെ അന്നത്തെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. രണ്ട് വാവന്മാരും നല്ല ഉറക്കമാണ്. ഞങ്ങളെല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുളിച്ചത് മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുഹൂർത്തം എന്ന് പറയുന്നത് 9:30 to 10 ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വരും. അപ്പം നമ്മളെല്ലാവരും റെഡിയായി നിൽക്കണമല്ലോ. പക്ഷേ ഓൾറെഡി 8:30, 9 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി സാരി ബോക്സ് ഫോൾഡിങ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എളുപ്പത്തിന് അതായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നമ്മളെ വീട്ടിലെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഇത് ഷിജിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അമ്മ, പെങ്ങൾ, അളിയന്, അച്ഛന്, അവരുടെ 2 മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് വാവകളെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ വന്നിട്ട് കണ്ണെഴുതി പൊട്ട് തൊടയിപ്പിക്കണം എന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രാവിലെ വന്നിട്ടുണ്ട്. അവർ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സാരി ഉടുക്കുകയാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം സാരി ഉടുത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഞാൻ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബോക്സ് ഫോൾഡിങ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നത്. മുഹൂർത്തം കഴിഞ്ഞാലും ഞാൻ ഡ്രസ്സൊന്നും മാറ്റി കൈയില്ലായിരുന്നു. നമ്മുടേത് 9:30 to 10 ആയതുകൊണ്ട് തന്നെ നേരത്തെയാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യണമായിരുന്നു കേട്ടോ. വാവയാണെങ്കിൽ അന്നത്തെ ദിവസം ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കണ്ണെഴുതാനും പിരികെ എഴുതാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വാവേൻ്റെ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് എങ്ങനെയൊക്കെയോ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം അന്നാണല്ലോ നമ്മൾ ആദ്യമായിട്ട് വാവേനെ കണ്ണെഴുതുന്നതും പൊട്ട് തൊടുന്നതൊക്കെ. അന്നത്തെ ദിവസം തന്നെയാണ് ചരട് കെട്ടുന്നതും അരഞ്ഞാണിട്ട് കൊടുക്കുക, കരിവള ഇട്ട് കൊടുക്കുക, ഇതൊക്കെ അന്നത്തെയാണ്. അതേപോലെ തന്നെ പേരിടൽ ചടങ്ങും നമ്മൾ നടത്തുന്നത് ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഒരുവിധം റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചടങ്ങെന്ന് പറയുന്നത് പാല് കൊടുക്കുക, അതേപോലെ തന്നെ ചരട് കെട്ടുക, അരഞ്ഞാണ് ഇട്ട് കൊടുക്കുക, പിന്നെ പേരിടുക. ഇതാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മുടെ മെയിനായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ മോളൂസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ മൊത്തം 10 പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നാണാണ് വീഡിയോയിൽ വരാൻ. അങ്ങനെ അവൾ കുറേ ക്ലോസപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നൂലുകെട്ടിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ ഈ ഒരു ചടങ്ങൊക്കെ നടത്താറുള്ളത്. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് ചടങ്ങ് ചെയ്യാറുള്ളത്. അപ്പം ഷിജിൻ ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഷിജിൻ്റെ അച്ഛൻ്റെ മടിയിലാണ് നമ്മൾ വാവേനെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. വാവേനെ അച്ഛൻ്റെ മടി വെച്ചിട്ടാണ് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഷിജിൻ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഷിജിൻ്റെ മടിയിലാണ് വെച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ചരട് കെട്ടലാണ് കേട്ടോ. അപ്പം ചരട് കെട്ടേണ്ടത് ഷിജിൻ്റെ അച്ഛനാണ്. അപ്പം ഷിജിൻ്റെ അച്ഛൻ ചരട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചരട് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരഞ്ഞാണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരഞ്ഞാണം ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പാല് കൊടുക്കുന്നത്. പാല് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൊടുക്കും. വാവ ആ സമയം കൊണ്ട് നല്ല ഉറക്കം ഉറങ്ങിയതുകൊണ്ട് തന്നെ ഒരു തുള്ളി പാല് പോലും വയറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു കണക്കിന് നല്ലതാണ്. കാരണം ഈ പച്ചപ്പാല് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പം തന്നെ വയറ് വേദനിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് വാവ അന്നത്തെ ദിവസം നല്ല ഉറക്കമായിരുന്നു ആ സമയം. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തർ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷിജിൻ്റെ അച്ഛന്, അമ്മ, പെങ്ങൾ, ഞാൻ, എൻ്റെ അമ്മ, ചേച്ചി, അനിയട്ടന്, മോളൂസ്, അങ്ങനെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാവയ്ക്ക് മാല കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിവള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പേരിടൽ ചടങ്ങാണ് കേട്ടോ. നമ്മൾ വലിയതായിട്ട് ഇങ്ങനെ നെയിം റിവീലിങ് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെവിയിൽ വെറ്റില വെച്ചിട്ട് മറ്റേ ചെവിയിൽ നമ്മൾ പേര് പറയും. അപ്പം നമ്മുടെ വാവയ്ക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നത് അദറു ഷിജിൻ എന്നാണ് കേട്ടോ. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കൊടുക്കലായിരുന്നു കേട്ടോ. നമ്മുടെ വാവേൻ്റെ നൂലുകെട്ടിൻ്റെ മുഹൂർത്തം രാവിലെ ആയതുകൊണ്ട് തന്നെ ദൂരെയുള്ള റിലേറ്റീവ്സിനൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നത് 11-11:30 ആ സമയത്താണ്. അടുത്തുള്ള ആൾക്കാരൊക്കെ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്ന് വാവയ്ക്ക് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാവേൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവ ഇന്നത്തെ ദിവസം കൂടുതലും ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. പാല് കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നല്ല ഉറക്കമാണ്. രാത്രി ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര അലമ്പായിരിക്കുന്നു. കാരണം പാല് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാ ഫാമിലിയും കൂടെ കുറേ അധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കൽ സെൽഫി എടുക്കലൊക്കെ കുറച്ചധികം പ്രാന്തുള്ള കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു. അതെ, ഞങ്ങൾ ഫുഡ് എന്റെ മേമയുടെ വീട്ടിൽ പാലുടിക്ക് വന്നത് ചെറിയൊക്കെ അവരാരും അച്ചാറ് നമ്മൾ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം തികയുണ്ടാവില്ല. കാരണം നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം സമയമൊക്കെ നമ്മുടെ റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും. നാട്ടുകാരും വീട്ടുകാരും അറിയുന്ന രീതിയിൽ അത്രയും ഒച്ചയും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു. പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പായസമാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരുവിധം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ സാരിയിൽ നിന്നൊന്ന് ഇറങ്ങാൻ കേട്ടോ. കാരണം സാരി ഉടുത്ത് നടക്കുക അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. പോരാത്തതിന് വാവയ്ക്ക് പാൽ കൊടുക്കുന്നതും എല്ലാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് എണീക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ വാവേനെ വേറൊരു ചേച്ചീൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുവരെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 റിലേറ്റീവ് മാത്രമേ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ വാവേൻ്റെ നൂലുകെട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.